എല്ലാവർക്കും ഈ എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. എടാ SLC മുത്തുമണികളെ, നിങ്ങളുടെ മലയാളം സെക്കൻഡിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ ഫിസ കഥാപാത്ര നിരൂപണം ചോദ്യം വന്നിരിക്കും. അപ്പൊ നമുക്ക് പഠിച്ചാലോ അല്ലെ? ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചോദിക്കാതെ ആ പാഠത്തിന് കടന്നു പോകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ പഠിക്കാൻ പോവുകയാണ്. വായോ, ചിത്രകാരിയിലെ ഫിസ കഥാപാത്ര നിരൂപണം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ പറയാൻ സാധിക്കും? ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ അല്ലെ? ചിത്രകാരി എന്ന് പറയുന്ന ഷാഹിന ഇക്കയുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ മക്കളെ ഫിസ. ചിത്രരചനയിൽ അതീവ താല്പര്യയായ ഫിസ കല്യാണത്തിനു ശേഷം തൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടുന്നു. വർത്തമാനകാലത്തെ വിവാഹാനന്തരം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആഗ്രഹങ്ങളെയും കഴിവുകളെയും ഇല്ലാതാക്കി ജീവിക്കുന്ന സ്ത്രീകളെ ഫിസ പ്രതിഫലിക്കുന്നു. അല്ല മക്കളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, മോഹങ്ങളെ ഇല്ലാതാക്കി കല്യാണത്തിനു ശേഷം ഉള്ളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന, കഴിവുകളെ ഇല്ലാതാക്കി ജീവിക്കുന്ന സ്ത്രീകളുടെ പ്രതീകമാണ് ഫിസ അല്ലേ? കല്യാണത്തിന് മുന്നേ ഫിസ നല്ലോണം ചിത്രം വരച്ച പെൺകുട്ടിയായിരുന്നു. പക്ഷേ കല്യാണത്തിനു ശേഷം ആഫ്റ്റർ മാരേജ് ഫിസയുടെ ഭർത്താവായ ആഫീസിൻ്റെ ഉമ്മയുടെയും നിർബന്ധപ്രകാരം ഫിസ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് അവസാനിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. താൻ നേരിടുന്ന ചൂഷണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ ആ വീട്ടിൽ ഒറ്റപ്പെടുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു അല്ലേ? ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? ഫിസ മാറുന്നു. ആ വലിയ വീട്ടിൽ അല്ലെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ പരിഗണനയോ ചിത്രം വരയ്ക്കുള്ള പ്രോത്സാഹനമോ കിട്ടാതെ ഒറ്റപ്പെടുന്ന കഥാപാത്രമായി ആര് മാറുന്നു? ഫിസ മാറുന്നു. മഷിക്കൂട്ടുകളാണ് ഫിസയുടെ സുഹൃത്തുക്കൾ. നല്ലപോലെ ചിത്രം വരയ്ക്കുന്ന ഫിസയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആരാണ് മക്കളെ? വിവിധങ്ങളായ മഷിക്കൂട്ടുകളാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ കഥയുടെ അവസാനത്തിൽ നിറങ്ങളെ കൂടി കഴുകിക്കളഞ്ഞ് തൻ്റെ ചിത്രം വരയ്ക്കാനുള്ള അതുല്യമായ കഴിവിനെ അവസാനിപ്പിക്കുകയാണ് ഫിസ അല്ലേ? കഥയുടെ അവസാന ഭാഗത്ത് കയ്യിൽ പറ്റിയ പച്ച മഞ്ഞ ചായങ്ങൾ കഴുകിക്കളഞ്ഞ് അവസാനം ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ അവസാനിപ്പിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? ഫിസ മാറുന്നു എന്ന് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നിരുത്സാഹപരമായ സമീപനത്താൽ മനമെടുത്ത് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും കഴിവുകളെയും തന്നിലേക്ക് ഒതുക്കി വെച്ച് ജീവിക്കുന്ന സ്ത്രീകളെല്ലാം പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും കഴിവുകളെയും സ്വപ്നങ്ങളെയും ഉള്ളിലേക്ക് ഒതുക്കി വെച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ കഥാപാത്രമായി പ്രതീകമായി ഫിസ മാറുന്നു. കാണുന്നില്ലടാ പത്രങ്ങളിൽ ഭർത്താവിൻ്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെ? ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ പത്രം വായിച്ചവർക്കറിയാം. ഒരുപാട് സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെ, സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിനും ചൂഷണത്തിനും വഴങ്ങി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രതീകമായി ഫിസ മാറുന്നു. അത്തരത്തിൽ നമ്മുടെ ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ ഫിസ നിങ്ങൾക്ക് ചോദ്യമായി ചിലപ്പോൾ പരീക്ഷയ്ക്ക് കടന്നു വരാം. അപ്പോൾ ഇതൊക്കെ എഴുതണം കേട്ടോ. സഹനശക്തി ഉണ്ടായിട്ടും എല്ലാം നിർത്തിവെക്കുന്നവൾ, പ്രതികരണ ശേഷിയില്ലാത്തവർ, ദൈവം തൊട്ട് അനുഗ്രഹിച്ച കൈവിരലുകളുള്ളവൾ അല്ലേ, നല്ല മനോഹരമായ ചിത്രം വരക്കുന്ന ചിത്രകാരി, തന്നിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൾ, ഭർത്തൃ വീട്ടുകാരുടെയും പീഡനത്തിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് അവസാനിപ്പിക്കുന്നവൾ, ഭർത്താവിൻ്റെ പ്രോത്സാഹനമോ സ്നേഹമോ ഒന്നും കിട്ടാതെ മുരടിച്ചു ജീവിക്കുന്ന, വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന എല്ലാ സ്ത്രീകളുടെയും പ്രതീകമായി ഫിസ കടന്നു വരുന്നു. ഇപ്പോൾ കഥാപാത്ര നിരൂപണം. ഫിസ വന്നാൽ നിങ്ങൾ ഉറപ്പായും എഴുതുക, നിങ്ങളുടെ മാർക്ക് അവിടെ അടയാളപ്പെടുത്തുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.